شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ ഖിയാമയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 33-ാമത്തെ ആയത്തിലാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ذهب إلى أهله يتمطى. സത്യനിഷേധിയായ ആളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അവൻ ഖിയാമത്ത് നാളിൽ ചെന്നു നോക്കിയപ്പോൾ ദുന്യാവിൽ നിന്ന് നിഷേധവുമായി നടന്ന് അങ്ങനെ മരണപ്പെട്ട് പുനർജന്മം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആള് മരണപ്പെട്ട് കഴിഞ്ഞ് പുനർജന്മം നൽകപ്പെട്ട് ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല ثم ذهب إلى أهله يتمطى. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദുന്യാവിൽ നടന്ന ആ ഒരു ശൈലി, ദുന്യാവിൽ ജീവിച്ച ഒരു ശൈലി, ആ ഒരു സത്യനിഷേധത്തിൻ്റെ ആ ഒരു ശൈലി, അതിൻ്റെ ഫലമായി അവൻ്റെ കയ്യിലൊന്നുമില്ല. ആകെ അവന് ദുന്യാവിലുണ്ടായിരുന്ന പണി സത്യത്തെ നിഷേധിക്കുക എന്നതായിരുന്നു. പിന്നെ ഗർവ് നടിച്ച്, അഹന്ത നടിച്ച്, അഹംഭാവം നടിച്ച് ആളുകളുടെ കൂടെ അർമാദിച്ച് നടക്കുക, സ്വന്തക്കാരുടെ കൂടെ, ഇതൊക്കെയായിരുന്നു അവൻ്റെ പരിപാടിയായിട്ടുണ്ടായിരുന്നത്. ثم ذهب إلى أهله يتمطى. പിന്നെ അവൻ സ്വന്തക്കാരിലേക്ക്, കുടുംബക്കാരിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് പോകുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആയത്തിലെ യതമത്ത എന്ന പദമാണ് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അഹങ്കരിച്ചുകൊണ്ട്, അഹംഭാവം നടിച്ചുകൊണ്ട് നടക്കുക, അല്ലേ? സ്വാഭാവികമായി അല്ലെങ്കിൽ സാന്ദർഭികമായി നമ്മൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. നടക്കുമ്പോൾ പോലും നമ്മൾ വിനയാന്വിതരാവണം, നടത്തത്തിൽ പോലും അത് അറിയണം. നമ്മുടെ ഒരിക്കലും കിബർ പുറത്തേക്ക് വരരുത് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത്. അത് ഈ വിനയം എന്നൊക്കെ പറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു തരം ഭവ്യത, ആളുകളോട് ഒരു എന്താണ് പറയുക, ഒരു മര്യാദ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു സന്തോഷമാണ്, അവരെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഇഷ്ടമുണ്ടാക്കുന്ന സംഗതികളാണ്, അല്ലേ? അതേസമയം അഹങ്കാരം എന്നത് അത് മറ്റുള്ള ആളുകൾക്ക് നമ്മളോട് വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കിയെടുക്കുന്നൊരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് കിബർ നടിച്ച് നടക്കുക എന്നത്. ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിനയം കൊണ്ട് നടക്കുക, നമ്മൾ അഹങ്കാരം ഉപേക്ഷിക്കുക. ഈ വിനയുള്ള അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ ഒക്കെ പല ആളുകളും നമുക്ക് തന്നെ അറിയാം. നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ, സംസാരത്തിനിടയിൽ തന്നെ അവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെക്കുറിച്ച് പറയുമ്പോൾ അവരെ അഹങ്കാരം പ്രത്യേകം എടുത്തു പറയാം, അല്ലേ? സ്വാഭാവികമാണ്. നേരെ മറിച്ച് ഒരാളോട് നമ്മൾ പെരുമാറുമ്പോൾ അയാളിൽ നിന്നുള്ള വിനയവും താഴ്മയുമാണ് നമുക്ക് അനുഭവിച്ചതെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമ്മൾ വളരെ ആവേശത്തോടെ എടുത്തു പറയും. തിരിച്ചാണെങ്കിലോ, മോൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വയ്യ, മൂപ്പരത്തേക്കൊന്ന് പോകാൻ വയ്യ, എന്താ മൂപ്പരൊരു ഗമ, ഒരു ഗർവ്, നമ്മളൊന്നും കണ്ടുപിടിച്ചാത്ത പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം അത് ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണെന്ന് നമുക്കറിയാലോ. ഏതായാലും അഹങ്കാരമുള്ള, ധാർഷ്ട്യമുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തും ആളുകളുടെ അടുത്തും ഒക്കെ നമ്മൾ ഒരു വെറുക്കപ്പെട്ട ടീമായിരിക്കും. നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അവർക്ക് നമ്മളെക്കുറിച്ച് വെറുപ്പുള്ളൊരു ചിത്രമായിരിക്കും മനസ്സിൽ വരിക. വേറുള്ള ആളുകളോട് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മളെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ അവർക്ക് കഴിയില്ല. എത്ര സേവനം, എത്ര മുടുക്കും, എത്ര ഉഷാറുള്ള ആളാണെങ്കിലും ശരി, അയാളെ സ്വഭാവത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ പിന്നെ ആ മിടുക്കൊണ്ടും സൽസ്വഭാവം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതി ഒഴിവാക്കണം എന്നാണ് പറഞ്ഞു വന്നത്. നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ വലുതായി തോന്നുകയാണ്. ആ രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത് പിശാചാണെന്നാണ്. നമ്മുടെ ശരീരം, ആ ശരീരത്തിലുള്ള പൈശാചികമായ ഭാവങ്ങൾ, അത്തരം ചിന്തകളെ വിവേകത്തോടുകൂടെ, പക്വതയോടുകൂടെ അതിജയിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇത് പിശാച് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്,
എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യമാണത്, ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നൽ, അത് ഞാൻ ഒഴിവാക്കിയേ പറ്റൂ. അല്ലെങ്കിലും ഈ മനസ്സിൽ വലുതായി തോന്നുന്ന ആള്, സ്വന്തം വലുതായി തോന്നുന്ന ആള് ഓൻ്റെ ഉള്ളിൽ മാത്രമേ വലുതാവുള്ളൂ. അതേസമയം വേറുള്ള ആളുകളുടെ ഇടയിലൊക്കെ അള്ളാഹുവിൻ്റെ ഇടയിലൊക്കെ അവൻ താഴ്ന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് സ്വന്തം ഞാൻ ഉഷാറാണെന്ന് തോന്നുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മുടെ അഹംഭാവവും അഹന്തയും മൂലം വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയാണെങ്കിലോ നമ്മൾ ബാക്കിയുള്ള ആളുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒന്നാളെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും, ഉയർന്നുകൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കും. ഈ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇബാദത്ത് എന്നതിൻ്റെയൊക്കെ കൃത്യമായ ഡെഫിനിഷൻ പണ്ഡിതന്മാർ പറയുന്നിടത്ത് അവിടെ എന്തായിരിക്കും, ഒരു വിധേയത്വമാണ് ഇബാദത്തിൽ നടക്കുന്നത്. വിനയം ശരിയായ ഇബാദത്ത് ചെയ്യുന്ന ആളുടെ മുഖമുദ്രയായിരിക്കും എന്നാണ്. ശരിയായി ഇബാദത്ത് ചെയ്യുന്ന ആളുടെ മുഖമുദ്രയായിരിക്കും എന്ത്? വിനയം. ഇബാദത്തിൽ വിനയം വേണം, താഴ്മ വേണം, ഒരു ഭവ്യത വേണം, വിധേയത്വം വേണം, അല്ലേ? അഖ്സാഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നൊക്കെയാണ് പറയാം. അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റം വിധേയപ്പെട്ട് കിടക്കുക, അള്ളാഹുവിന് വിനയത്തോടുകൂടി താഴ്ന്നു കൊടുക്കുക ഇബാദത്തിൽ നടക്കുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ആ വിധേയത്വം എന്ന് പറയുന്നിടത്ത് തന്നെ വിനയമുണ്ടാവും എന്നാണ്. പരമമായ വിനയം അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ അഹന്ത വരാനുള്ള ചാൻസേ ഇല്ല. അപ്പോൾ മുഅ്മിനീങ്ങളായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ കൃത്യമാണെങ്കിൽ ആ ഇബാദത്ത് തന്നെ മതി നമ്മൾക്ക് അഹങ്കാരം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അഹന്ത നമ്മുടെ മനസ്സിൽ വരാതെ കൊണ്ടു നടക്കാൻ. കാരണം ആ ഇബാദത്തിൽ നമ്മൾ എന്തായാലും വിനയവും പക്വതയും കാണിക്കുന്ന ആളുകളാണ്. ഒരു മരത്തിന്മേൽ പഴങ്ങൾ കൂടുതൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആ മരം ഒരിക്കലും മേലോട്ട് ഇങ്ങനെ പൊന്തിപ്പോകില്ല, അത് താഴോട്ട് താഴ്ന്ന് വരിക ചെയ്യുക, താഴോട്ട് തൂങ്ങിക്കിടക്കുക ചെയ്യുക. അതേപോലെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ സൽഫലങ്ങളുള്ള മനുഷ്യൻ, ഉള്ളിൽ നല്ല ഫലങ്ങളുള്ള മനുഷ്യൻ, നല്ല ഇൽമുള്ള മനുഷ്യൻ, വിനയമുള്ള മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ വലുതാകും തോറും അവൻ താഴ്ന്ന് വരിക ചെയ്യുക. ഞാൻ സ്വന്തം ഉഷാറാണെന്ന് പറഞ്ഞിട്ട് പൊന്തൂല ഒരിക്കലും, അല്ലേ? മനുഷ്യന്മാർക്ക് വേഷം കൊണ്ട് കാട്ടിക്കൂട്ടലെ കൊണ്ടൊക്കെ പലതും വെട്ടിപ്പിടിക്കാനും ഒക്കെ സാധിച്ചേക്കാം. പക്ഷെ ഒന്നും കൂടുതലും നിലനിൽക്കുകയില്ല, ഒന്നും ഫലപ്പെടുകയില്ല. പക്ഷേ എത്ര വെട്ടിപ്പിടിച്ച ഉന്നതിയിലുള്ള ആളുകളാണെങ്കിലും ശരി, അയാൾക്ക് ലാളിത്യം ഉണ്ടെങ്കിൽ അയാൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കും, അള്ളാഹുവിന് മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുക. നമ്മൾ ഉയരണമെങ്കിൽ എന്താക്കണം? നമ്മൾ വിനയമുള്ള ആളുകളാവണം. അല്ലെങ്കിൽ ഉയരൂല. ചിലപ്പോൾ താൽക്കാലികമായി ഉയർന്നു എന്ന് വരാം, എവിടെയെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരാം, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അഭിനയിച്ചാൽ ദേവേശങ്ങൾ ഭൂഷാദികളൊക്കെ മാറ്റി ഒക്കെ അതിലൊക്കെ ചിലപ്പോൾ നടന്നു തരാം. പക്ഷെ അതൊന്നും സ്ഥായിയായ ഒരു ഉയർച്ചയാവുകയില്ല. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ തെറ്റ് അഹങ്കാരമായിരുന്നു. നമുക്കറിയാലോ, തിന്മകൾ, അല്ലേ? ഇബ്ലീസ്, പിന്നെന്താണ് പറയാം, ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം ആദം നബി അലൈഹി ഇസ്ലാമിന് ലോക ചരിത്രത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ മനുഷ്യ ചരിത്രം എന്ന് പറഞ്ഞത്. ആദ്യത്തെ തിന്മകളിൽ അഹങ്കാരമുണ്ടായിരുന്നു എന്നാണ്. തന്നേക്കാൾ തരംതാണ് മനുഷ്യന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല എന്നത്, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അടിക്കടി അല്ലാഹു തആല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണത്. അപ്പോൾ നമ്മൾ മറക്കാതിരിക്കുക, നമ്മളിൽ തന്നെ ഇബ്ലീസ് കൂട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത്തരം കിബിരിയായ ചിന്തകൾ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് കടത്തിക്കൂട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അവനെ കുടിയിറക്കിയേ പറ്റൂ. അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ നിന്ന് കുടിയിറക്കിയതിന് ശേഷം നമ്മളോടൊക്കെ പറഞ്ഞതാണ്, നിങ്ങളെ പേപ്പിക്കാൻ നോക്കും, അവൻ്റെ സ്ഥായിയായ സ്വഭാവം, എല്ലാ സ്വഭാവവും വെച്ചിട്ട് അവൻ നിങ്ങളെ പേപ്പിക്കാൻ നോക്കും. അപ്പോൾ അഹങ്കാരമാണ് മനുഷ്യകുലവുമായി ബന്ധപ്പെട്ട ഈ ഒരു രൂപത്തിലുള്ള ആദ്യത്തെ തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റ് ചെയ്തത് ഇബ്ലീസ് ആണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമാണത്, അല്ലേ? അപ്പോൾ വലിയ വിഷയമാണ് എന്നർത്ഥം. ഒരു നിലക്കും ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കാത്തൊരു സ്വഭാവമാണ് ഈ അഹങ്കാരം എന്നത്. അത് നമ്മൾ പാടെ ഒഴിവാക്കിയേ പറ്റൂ. അണുമണിത്തൂക്കം ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി 34-ാമത്തെ ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. 34ഉം 35ഉം ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്, അല്ലേ? പലപ്പോഴും നമ്മൾ ഓതി പോകാറുള്ള ആയത്തുകളാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് എന്താ ഇതിന് അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം.
നമ്മൾ പറഞ്ഞതിപ്പോൾ എന്താ? സത്യനിഷേധിയായ ആളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി അവരുമായി ബന്ധപ്പെട്ട ഒരു സംഗതി തന്നെയാണ് പറയാനുള്ളത്. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. ഹേ മനുഷ്യ, നീ വെറുക്കുന്ന കാര്യം നിന്നെ സമീപിച്ചിരിക്കുന്നു, അത് നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടതു തന്നെ. നിനക്കാണ് നാശം, നിനക്കാണ് മേൽക്കുമേൽ തകർച്ച. ഇതൊക്കെയാണ് ഈ രണ്ടായത്തിന്റെ അർത്ഥം. സുമ്മ ഔലാ ലക ഫഔലാ, വീണ്ടും പറയട്ടെ, സുമ്മ വീണ്ടും പറയട്ടെ, നീ വെറുക്കുന്ന കാര്യം നിന്നെ സമീപിച്ചിരിക്കുന്നു, അത് നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത് തന്നെ. അതല്ലെങ്കിൽ വീണ്ടും പറയട്ടെ, നിനക്കു തന്നെയാണ് നാശവും തകർച്ചയും എന്ന് പറഞ്ഞാൽ നിനക്ക് മഹാനാശമാണ് വരാനിരിക്കുന്നത് എന്നാണ് ഈ രണ്ട് ആയത്തിൻ്റെയും ആശയം. നമ്മൾ പറയില്ലേ സാധാരണഗതിയിൽ ആളുകളോട് ഓൻക്ക് കിട്ടേണ്ടതന്നെ കിട്ടിയെന്ന് പറയില്ലേ? ഓൻക്കത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് ആ രൂപത്തിലുള്ളൊരു പ്രയോഗമാണിത്. ഔലാ ലക, നിനക്ക് ഇത് തന്നെയാണ് ഏറ്റവും അവകാശപ്പെട്ടത്. ഫഔലാ, ഇത് തന്നെയാണ് നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത്. സുമ്മ വീണ്ടും പറയട്ടെ, ഔലാ ലക, നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത് അത് തന്നെയാണ്. ഫഔലാ, വീണ്ടും നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത് അത് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. വീണ്ടും പറയട്ടെ, നിനക്കു തന്നെയാണ് നാശവും തകർച്ചവും. ഔലാ ലക, ഈ അവകാശപ്പെട്ടത് എന്നത് ഞാൻ അതിന്റെ കൃത്യമായ അർത്ഥം പറഞ്ഞതാണ്. ആശയം പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഔലാ ലക, നിനക്കാണ് നാശം. ഫഔലാ, മേൽക്കുമേൽ തകർച്ച. അതിനേക്കാളും ഫഔല എന്ന് പറഞ്ഞാൽ അതിലേറെ ബാധ്യതയായിട്ട് നിനക്കാണ് നാശം. സുമ്മ ഔലാ ലക ഫഔല, വീണ്ടും പറയട്ടെ, നിനക്കാണ് നാശം, നിനക്കാണ് മേൽക്കുമേൽ തകർച്ച എന്ന് പറഞ്ഞാൽ ഈ നാശവും തകർച്ചയും ഒക്കെ നിനക്ക് അവകാശപ്പെട്ടത് തന്നെ. കാരണം ദുന്യാവിൽ നീ അള്ളാഹു നിശ്ചയിച്ച് നടന്നില്ലേ? നെരുപ്പ പടന്നിട്ട് കൈ വന്നിച്ചിട്ട് എന്താ കാര്യം? അതാണ് ചോദ്യം. ഔലാ ലക ഫഔല, മനുഷ്യനെ അഭിസംബോധനിച്ചിട്ട് അള്ളാഹു തആല പറയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥം നീ വെറുക്കുന്ന കാര്യം അതവിടെ ബ്രാക്കറ്റിൽ നമ്മൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നിന്നെ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു, അത് നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത് തന്നെ. വീണ്ടും പറയട്ടെ, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു, അത് നിനക്ക് ഏറ്റവും അവകാശപ്പെട്ടത് തന്നെ. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അർത്ഥം പറയാം. സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൗതിക ലോകത്ത് താന്തോന്നിയായി ജീവിച്ചിരുന്നപ്പോൾ സ്വന്തത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു സത്യനിഷേധിയായ ആൾക്ക്. പക്ഷേ മരിച്ചു ചെന്നിട്ട് റബ്ബിൻ്റെ അടുക്കൽ നോക്കുമ്പോൾ, അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഓനെ രക്ഷപ്പെടുത്താൻ വേണ്ട ഒരു സംഗതിയും ഓൻ്റെ കൂടെ അല്ല. സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടതിൽ അവൻ വിശ്വസിച്ചിട്ടില്ല അല്ലേ? വലാ സ്വദ്ദഖ വലാ സല്ല നമ്മൾ പറഞ്ഞില്ലേ? നമസ്കാരം മുതലായ പ്രധാന കടമകൾ പോലും അവൻ നിർവഹിച്ചിട്ടില്ല. മാത്രമല്ല, അവൻ സത്യം നിഷേധിച്ചിരിക്കുന്നു, ഉപദേശങ്ങൾ അവഗണിച്ചിരിക്കുന്നു. താൻ സ്വീകരിച്ച ദുർമാർഗത്തിൽ അഹങ്കരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ അടുക്കൽ അവൻ ചെന്നിരുന്നു. വലിയ ധിക്കാരിയായിരുന്നു അവൻ. ഇനി അള്ളാഹു അവനോട് പറയാണ്, ഇത്തരം ആളോട് അള്ളാഹു തആല പറയണം, എടാ ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ, നിനക്ക് കിട്ടേണ്ടത് ഇതാ കിട്ടാൻ പോകുന്നു, അത് നിനക്ക് അവകാശപ്പെട്ട ശിക്ഷ തന്നെയാണ് എന്ന് അള്ളാഹു തആല ആവർത്തിച്ച് താക്കീത് ചെയ്തിരിക്കുകയാണ്. ആവർത്തിച്ച് താക്കീത്, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ, ഒരേ പദങ്ങൾ ആവർത്തിച്ചിട്ട് താക്കീത് ചെയ്യാണ്. നിനക്കിതാ കിട്ടേണ്ടത് കിട്ടാൻ പോകുന്നു. അക്രമികളായ ആളുകൾക്ക് വല്ല നാശവും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ തെമ്മാടികളായ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അടങ്ങേറ് വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഓനത് കിട്ടേണ്ടത് കിട്ടി, അവനത് അവകാശപ്പെട്ടത് തന്നെയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേ ശൈലിയാണ് ഈ 34, 35 ആയത്തുകൾ. 31, 32 വചനങ്ങളിൽ ആയത്തുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്ക് വളരെ ചേർന്നത് തന്നെയാണ് ആ അഹങ്കാരവും ദുരഭിമാനവും. ഇങ്ങനെയും ഇതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇത്രയും ധിക്കാരിയായ നടന്ന മനുഷ്യന് നിനക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് ഇത് എന്നതാണ് ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ പിന്നെ ഇത്തരം തെറ്റുകൾ ചെയ്ത ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ല തുടങ്ങിയ നിരവധി തെറ്റുകൾ ചെയ്ത, അതിലെ സത്യത്തെ നിഷേധിച്ച, പുനർജന്മം നിഷേധിച്ച ആ ഒരു സ്വഭാവമുള്ള നിനക്ക് ഉണ്ടാവേണ്ടത് തന്നെയാണ് ആ അഹങ്കാരവും ആ ദുരഭിമാനവും. അത് നിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്. നീ ആ നിഷേധം കൊണ്ടാണ് ആ അഹങ്കാരിയും ദുരഭിമാനിയുമായത് എന്ന് ഒരർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പം അയത്തമത്ത എന്നൊക്കെ പറഞ്ഞ ആ സ്വഭാവങ്ങൾ നിനക്കുണ്ടായത് ഈ ഒരു തെറ്റ് കൊണ്ടു നടന്നത് കൊണ്ടാണ്. ഇങ്ങനത്തെയുള്ള സ്വഭാവങ്ങൾ നിനക്കുള്ളത് കൊണ്ടാണ് അഹങ്കാരമടക്കം നിനക്കുണ്ടായത്. അത് മറ്റൊരു തഫ്സീറാണ്. ആട്ടെ, അപ്പോൾ അതായത് ഇത്രയും ധിക്കാരത്തിന് മുതിർന്ന നീ
നിന്റെ ആ പ്രവർത്തനങ്ങളിൽ അഹങ്കാരം കൊള്ളുന്നതും നിനക്ക് യോജിച്ചത് തന്നെ. എന്തായാലും നീ പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞു, റബ്ബിനെ നിശ്ചയിച്ചു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിനക്ക് അഹങ്കാരം കൂടി ഉണ്ടാവും. അത് എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, നിനക്ക് യോജിച്ചത് തന്നെയാണ്. അതിലൊന്നും ഒരു ആശ്ചര്യമില്ല. നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, ഓനത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൻ അതല്ല അതിലപ്പുറം ചെയ്യും എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ സത്യം നിഷേധിച്ച ആൾക്ക്, പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക്, അള്ളാഹു നിശ്ചയിച്ച ആൾക്ക് ഇനിയിപ്പോൾ ഓന് അഹങ്കരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അത് ഓൻ ചെയ്യേണ്ടത് തന്നെയാണ്, ഓനക്ക് അത് അവകാശപ്പെട്ടത് തന്നെയാണ്, ഓനത് ചെയ്യും എന്നുള്ള നിരക്ക്. രണ്ടായാലും അവ രണ്ട് തഫ്സീറായാലും അള്ളാഹുവിൻ്റെ കോപവും അമർഷവും ഇത് കാണിക്കുന്നു എന്ന് വ്യക്തം. വളരെ കർശനമായിട്ടാണ് അള്ളാഹു തആല ഇത് പ്രയോഗിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.